ഇന്നലെ തനിക്കെതിരെ കൂവിയാർത്ത ബാഴ്സ ആരാധകർക്ക് മുന്നിൽ തങ്ങൾക്ക് 15 ചാമ്പ്യൻസ് ലീഗ് കിരീടമുണ്ടെന്ന് ആംഗ്യം കാണിക്കുന്ന വിനിയെ കാണാമായിരുന്നു. അതല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. ബ്രസീൽ ജേഴ്സിയിൽ അർജന്റീനക്കെതിരെ അടപടലം തോറ്റമ്പിയ ഒരു മത്സരത്തിൽ വിനി ഒരിക്കൽ ചാമ്പ്യൻസ് ലീഗിന്റെ കണക്കും പറഞ്ഞ് അർജന്റീന താരങ്ങൾക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. പ്രകോപിതനാകാം, പക്ഷേ കളത്തിൽ കളിച്ച് തെളിയിക്കാൻ കൂടി ബാധ്യതയുണ്ട് ഇക്കൂട്ടർക്കൊക്കെ. ഫ്ലോറന്റിനോ പെരസിന് മൊത്തത്തിൽ കഷ്ടകാലമാണിത്. കളിക്കിടെ പരിക്കേറ്റത് കൊണ്ടല്ല എൽ ഫാൽക്കൺ ഫെഡറിക്കോ വാൽവെർഡെ എൽ ക്ലാസിക്കോയിൽ പുറത്തിരിക്കുന്നത്. പരിശീലനത്തിനിടെ ചൗമനിയുമായി തമ്മിൽ തല്ലി തലപൊട്ടിയത് കൊണ്ടാണ്. തല്ലുമാലക്കഥകൾ പലതും ബർണബ്യൂവിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് ആരാധകർ. ആ കൂടാരം പുകയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട് എന്നതാണ് നേര്. എംബാപ്പയെ പുറത്താക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. സൂപ്പർ സ്റ്റാറുകളെ കുത്തിനിറച്ചൊരു നക്ഷത്രാംഗമായിട്ട് പോലും 2 സീസണുകളിലായി ബർണബ്യൂ ഷെൽഫ് ഒഴിഞ്ഞുകിടപ്പാണ്. ചാമ്പ്യൻസ് ലീഗിലെ അവസാന വാക്കായ റയൽ 2 സീസണുകളിൽ തുടർച്ചയായി സെമി കണ്ടിട്ടില്ല. ടീമിനെ രക്ഷിക്കാൻ ലെവർകൂസൻ വിട്ട് മാഡ്രിഡ് നഗരത്തിലെത്തിയ സാബി അലോൺസോയെ മാസങ്ങൾ കൊണ്ട് തന്നെ പടിയടച്ച് പുറത്താക്കി. സകലരും ആശങ്കിച്ചതുപോലെ തന്നെ പല ഈഗോകളെയും ജയിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. സാബിയുടെ സിസ്റ്റം റയലിൽ വർക്കായതുമില്ല. പിന്നെ മാനേജ്മെന്റിൽ PhD എടുത്തു വന്ന അൽവാരോ അർബലോവ തന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് ആഴ്ചകൾ കൊണ്ട് തന്നെ ബോധ്യമാക്കി തന്നു. ഡിഫൻസിൽ തുടങ്ങുന്ന ടീമിന്റെ പ്രശ്നങ്ങൾ സകല ഇടങ്ങളിലേക്കും വ്യാപിച്ചു. ലീഗിലെ ചാമ്പ്യന്മാരെ തീരുമാനിക്കാൻ ഒരു എൽ ക്ലാസിക്കോ വേദിയൊരുക്കുന്നത് 100 വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ്. അതിൽ ബാഴ്സയുടെ കംപ്ലീറ്റ് ഡൊമിനൻസ്. ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടാണ് ഇന്നലെ റയൽ ബാഴ്സ ഗോൾ മുഖത്ത് ഉതിർത്തത് എന്നോർക്കണം. ബർണബ്യൂവിൽ ബാഴ്സയോട് പ്രതികാരം ചോദിച്ച് സീസൺ തുടങ്ങിയ റയൽ അവരോട് തന്നെ അടിയറ പറഞ്ഞ് കിരീടപ്പോര് അവസാനിപ്പിക്കുന്നു. ലീഗിൽ 34 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ വെറും 4 മത്സരങ്ങളിലാണ് ബാഴ്സ തോറ്റത്. ഹോമിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും അവർ പരാജയം എന്താണ് എന്നറിഞ്ഞിട്ടില്ല. വലിയ പേരുകൾ പലരും പലപ്പോഴും പരിക്കേറ്റ് പുറത്തായിട്ട് പോലും ഫ്ലിക്ക് തോൽക്കാൻ ഒരുക്കമായിരുന്നില്ല. അയാളുടെ കയ്യിൽ എപ്പോഴും പ്ലാൻ ബികൾ ഉണ്ടായിരുന്നു. ഇന്നലെ ലമീൻ യമാൽ മൈതാനത്തുണ്ടായിരുന്നില്ല. റഫീഞ്ഞ എത്തിയത് സെക്കൻഡ് ഹാഫിലാണ്. ഇതൊന്നും ബാഴ്സയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. ഹാൻസി ഫ്ലിക്കിനേക്കാൾ മികച്ചൊരു ക്രൈസിസ് മാനേജറെ അടുത്ത കാലത്തൊന്നും ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ലാലിഗയിൽ ഈ സീസണിൽ കളിച്ച 53-ൽ 42 മത്സരങ്ങളും ബാഴ്സ ജയിച്ചു. 79% വിൻ റേറ്റ്. യൂറോപ്പിലെ ബിഗ് 5 ലീഗുകളിൽ ഇതിലും മികച്ച വിജയ ശതമാനം ബയേണിന് മാത്രമേ ഉള്ളൂ. ഗോളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ബാഴ്സയ്ക്ക് മുകളിൽ ഒരൊറ്റ ടീം മാത്രം.